കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം, ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം. ഭൂരഹിതർക്കും ഭവനരഹിതർക്കും ഭൂമി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് തലപ്പള്ളി താലൂക്ക് ഓഫീസിന് മുന്നിൽ ശക്തമായ പ്രതിഷേധം. ആചാര്യ വിനോബാജി ഭൂരഹിത ഭവനരഹിത പുനരധിവാസ സമിതിയുടെ നേതൃത്വത്തിലാണ് താലൂക്ക് ഓഫീസിന് മുന്നിൽ ഭൂരഹിതർ ധർണ സംഘടിപ്പിച്ചത്. താലൂക്ക് ലാൻഡ് ബോർഡ് ഏറ്റെടുത്ത ഭൂമി ഉടൻ വിതരണം ചെയ്യണമെന്നും പുറംപോക്കിൽ താമസിക്കുന്നവർക്ക് പട്ടയം അനുവദിക്കണമെന്നുമാണ് സമിതിയുടെ പ്രധാന ആവശ്യം. ധർണ DCC സെക്രട്ടറി K. അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ഏറ്റെടുത്ത ഭൂമി CN ബാലകൃഷ്ണൻ മന്ത്രിയായിരുന്ന സമയത്ത് കളക്ടറുടെ അംഗീകാരത്തോടുകൂടി 1300 പേർക്ക് ഈ വടക്കേക്കളത്തിൽ മാത്രം 3 സെന്റ് ഭൂമി അളന്ന് സർക്കാർ ഭൂമി എന്ന് പറഞ്ഞ് ബോർഡ് നാട്ടി വിതരണം ചെയ്യാനുള്ള ലിസ്റ്റ് തയ്യാറാക്കാൻ കളക്ടർ ചുമതലപ്പെടുത്തിയ സമയത്ത് ഇവര് പോയി ഒരു സ്റ്റേ കൊണ്ടുവന്നു. അത് സർക്കാരിൻ്റെ ഏകദേശം അവസാന കാലഘട്ടത്തിലാണ്. ആ സ്റ്റേ വെക്കേറ്റ് ചെയ്യാൻ അന്ന് CN തന്നെ ഇൻട്രസ്റ്റ് എടുത്തുകൊണ്ട് ഹൈക്കോടതിയിൽ പോയി. അപ്പോഴേക്കും തെരഞ്ഞെടുപ്പ് വന്നു. അതിനുശേഷം 10 വർഷമായി ഇടതുപക്ഷം ഭരിക്കുന്നു. ഒരു ചെറിയ കാര്യം ഹൈക്കോടതിയിൽ ഒരു സ്റ്റേ വെക്കേറ്റ് ചെയ്യാൻ പോലും കഴിയാതെ 10 വർഷമായി. ഞാൻ DDC മെമ്പറായിരുന്നു. DDCയിൽ ഈ സേവ്യർ ചിത്രപ്പള്ളി ഇരിക്കുമ്പോൾ തന്നെ നിരവധി തവണ ഞാൻ പ്രമേയം അവതരിപ്പിച്ചു. ഈ സ്റ്റേ വെക്കേറ്റ് ചെയ്യണം, സർക്കാർ ഇടപെടണം എന്നുള്ള രീതിയിൽ പ്രമേയം ഐക്യകണ്ഠേന പാസ്സായി. പക്ഷേ ഇതുവരെ ഈ സ്റ്റേ വെക്കേറ്റ് ചെയ്തിട്ടില്ല. തലപ്പള്ളി താലൂക്കിലെ ഭൂരഹിതരുടെ നീണ്ടകാലത്തെ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആചാര്യ വിനോബാജി ഭൂരഹിത ഭവനരഹിത പുനരധിവാസ സമിതി സമരരംഗത്തിറങ്ങിയത്. താലൂക്ക് ലാൻഡ് ബോർഡ് ഏറ്റെടുത്ത ഭൂമി അർഹരായ ഭൂരഹിതർക്ക് വിതരണം ചെയ്യുക, സർക്കാർ പുറംപോക്കിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് പട്ടയം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. DCC സെക്രട്ടറി K. അജിത് കുമാർ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പൊതുജനങ്ങൾ സൗജന്യമായി നൽകിയ ഭൂമി വിതരണം ചെയ്യുന്നതിലെ കാലതാമസം ഒഴിവാക്കണമെന്നും ഭൂപരിഷ്കരണ നിയമം ഭേദഗതി ചെയ്ത് അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നും സമരസമിതി ആവശ്യപ്പെട്ടു. DCC സെക്രട്ടറി ഷാഹിദാർ റഹ്മാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ മണ്ഡലം പ്രസിഡന്റ് AS ഹംസ, DCC സെക്രട്ടറി PJ രാജു, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ്, കൗൺസിലർമാരായ SAA ആസാദ്, വൈശാഖ് നാരായണസ്വാമി, മുതിർന്ന നേതാക്കളായ TV സണ്ണി, CA ശങ്കരൻകുട്ടി, കൗൺസിലർമാരായ രമണി പ്രേംദാസൻ, അംബിക ബാബു, റിനി സണ്ണി, ലില്ലി ഫ്രാൻസിസ് തുടങ്ങി നിരവധി സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും ജനപ്രതിനിധികളും ധർണയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കാനാണ് സമിതിയുടെ തീരുമാനം. You are watching VCV News.